ഇന്ന് നമ്മൾ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കാളാഞ്ചി വറ്റിച്ചതാണ് ഉണ്ടാക്കുന്നത്. അതും തന്നെ കുക്കറിലാണ് നമ്മളിത് ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് കാളാഞ്ചി മീൻ കഴുകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയുള്ളി നല്ലോണം വേണം, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. അപ്പോൾ ചെറിയുള്ളി കുറച്ച് കൂടുതൽ വേണം. ഇതെല്ലാം നമ്മൾ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം, അരച്ചെടുക്കരുത്. ഇനി മീൻ കഴുകി വെച്ചതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി എരിവുള്ളതുകൊണ്ട് കശ്മീരി ചില്ലിയുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെളിച്ചെണ്ണയും ചേർത്തിട്ട് നന്നായിട്ട് മസാല പുരട്ടി ഒരു അരമണിക്കൂർ നേരത്തേക്ക് മാറ്റി വെച്ചേക്കും. ഇത് നമ്മൾ ചെയ്തെടുക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ കുക്കറിലേക്ക് നമ്മൾ തണ്ടോട് കൂടിയ കറിവേപ്പില നിരത്തി വെച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഈ ക്രഷ് ചെയ്തിട്ടുള്ള എല്ലാം കൂടെ ഇട്ടിട്ട് എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ നിരത്തി കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ ഒരു വലിയ തക്കാളി നമ്മൾ മുറിച്ചിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു വലിയ തക്കാളി എടുത്തിട്ട് ഒന്ന് ഓവനിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ കുറച്ച് സോഫ്റ്റായി കിട്ടും തക്കാളി. അപ്പോൾ എല്ലാതും നിരത്തി വെച്ച് കൊടുക്കുക. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. മീനിലേക്കുള്ള ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ളത് മാത്രം ഇടുക, ഇല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും. അപ്പോൾ ഉപ്പിട്ടതിന് ശേഷം നമ്മൾ അരമണിക്കൂർ നേരത്തേക്ക് മാറ്റി വെച്ചിട്ടുള്ള ആ മസാല പുരട്ടിയിട്ടുള്ള ഫിഷ് നമ്മൾ ഈ കുക്കറിലേക്ക് നിരത്തി വെച്ച് കൊടുക്കണം. അപ്പോൾ ഒന്നിൻ്റെ മുകളിൽ കയറുന്ന വിധത്തിൽ വെക്കരുത്, എല്ലാം നിരപ്പായിട്ട് തന്നെ വെച്ച് കൊടുക്കാൻ നോക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 5-6 കഷ്ണം എടുത്തിട്ടുള്ളത് കറക്റ്റായിട്ട് അതിൽ വെക്കാൻ പറ്റുന്നുണ്ട്. ആ വിധത്തിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ നല്ല കട്ടിയുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ വാളൻ പുളിയാണ് എടുത്തിട്ടുള്ളത്. കോൽപ്പുളി എന്നൊക്കെ പറയും ചില സ്ഥലങ്ങളിൽ, അപ്പോൾ നമ്മൾ പറയാം വാളൻപുളി. അപ്പോൾ അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ സ്പൂൺ ഇട്ടിട്ടൊന്നും ഇളക്കാൻ പാടില്ല. ജസ്റ്റ് ആ കുക്കർ ഒന്ന് ഇളക്കിയിട്ട് ആ എണ്ണയും പുളിവെള്ളമൊക്കെ അടിയിലോട്ട് എത്തുന്ന വിധത്തിലേക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ കുക്കർ മൂടി വെച്ച് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഗ്യാസ് കത്തേണ്ടത്. എന്നിട്ട് നമ്മൾ ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം രണ്ടാമത്തത് വരാനാവുമ്പോഴാണ് നമ്മളിത് ഓഫ് ചെയ്യേണ്ടത്. എന്നിട്ട് ആവി പോകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് മാത്രമേ കുക്കർ തുറക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കുക്കറിൽ വറ്റിച്ചിട്ടുള്ള കാളാഞ്ചി വറ്റിച്ചത് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ റെസിപ്പി. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. കാളാഞ്ചിയല്ല, വേറെ ദശക്കട്ടിയുള്ള മീനൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്ത് നോക്കാം. കുക്കറിലാവുമ്പോൾ നല്ല സോഫ്റ്റും ആയിരിക്കും മീനും, പിന്നെ നമുക്ക് സമയവും ലാഭിക്കാം, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.